നജീബ്ക്കയുടെ അടുത്ത ഫ്രണ്ടായിരുന്നല്ലേ രേണു. അതെ. എന്നിട്ട് രേണുവിനെ ട്രോളി കൊണ്ടിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ബിഗ് ബോസിൽ കരയുന്ന ഒരു വീഡിയോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതിനെ കുറിച്ച് അതൊരു കോമഡി ആയിട്ട് മാത്രം കണ്ടാൽ മതി. രേണു നമ്മളെ സുഹൃത്താണ്, നല്ല ഫ്രണ്ടാണ്. ഞാൻ മുൻപ് ഒരു ഇന്റർവ്യൂ തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മൾ ജസ്റ്റ് ഒരു കോമഡി. അപ്പൊ അതിന് മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു രേണുമായിട്ട്. രേണു നല്ല ബിഗ് ബോസിലൊക്കെ അടിച്ചു പൊളിച്ച് കയറി വരട്ടെ എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? എന്നാലും ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതേപോലെ കോമഡി ചെയ്യുന്നതിന് പേരിലൊന്ന് ട്രോളാൻ തോന്നും. അപ്പൊ രേണുന്നൊന്നുമില്ല ആരെങ്കിലും. അപ്പൊ മറ്റേ അനീഷും രേണുവും തമ്മിലുള്ള ഒരു വീഡിയോ ഇല്ലേ, അതായത് ഉറങ്ങുന്നത് ഞാൻ കണ്ടു, ഉറങ്ങുന്നത് ഇല്ല എന്ന് പറയുന്ന ആ വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാമോ? അതല്ലേ കൂടുതൽ വേണോ പാവല്ലേ? അല്ല, അത് ട്രോളല്ല, ശരിക്കും അത് ട്രോളല്ല, അത് ജസ്റ്റ് ഒരിതാണ്. ഇത് പിന്നെ അല്ല, അതൊന്നും കുഴപ്പമില്ല. അത് നമ്മള് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാല് നമ്മള് രണ്ടു കൂട്ടരും രേണുവിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാകുമ്പോ അപ്പൊ നമ്മളത് പോസ്റ്റ് ചെയ്തത് നജീബ് അത് ചെയ്തത് നമ്മള് ആൾക്കാരെന്തെങ്കിലും ചോദിച്ചാല് ശരി. നമ്മ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ചെയ്യാനല്ല. നമ്മളിപ്പോ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ആരെയും ട്രോളാറുമില്ല. നമ്മളൊരു മിതമായ രീതിയിൽ തമാശ രൂപത്തിൽ മാത്രം നമ്മൾ എടുക്കാറുള്ളൂ. ഒരു സർക്കാസ്റ്റിക്കായി മാത്രമേ അത് പ്രേക്ഷകർ കാണാൻ പാടുള്ളൂ. അവരോട് ദേഷ്യമായിട്ടോ അങ്ങനത്തൊന്നുമില്ല. അവരോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മൾ ട്രോളുന്നവരോടൊക്കെ നമുക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളാണ് പലരും നമ്മൾ ട്രോളുന്ന ആളുകളൊക്കെ. അത്രേ പറയാനുള്ളൂ, എനിക്കും പറയാനുള്ളൂ. ഓക്കെ.